എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോഷൻ കേട്ടാലോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഗീതവും ഗോവിന്ദും പ്രിയ പൊട്ടിച്ചിരിച്ചാൽ ആ സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പരസ്പരം കെട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്താണ് രേഖയും രഞ്ജുവും കൂടെ മുറിയിലേക്ക് കടന്നു വരുന്നത്. അവരെ കണ്ടതും ഗോവിന്ദ് ആകെ ഒന്ന് ചമ്മി. പെട്ടെന്ന് ഗോവിന്ദ് ഗീതുവിനെ അങ്ങ് അടർത്തി മാറ്റുമോ നെഞ്ചിരുന്ന. അപ്പോഴാണ് ഗീതു ആ കാഴ്ച കാണുന്നത്. അവരെ കണ്ടതും ഗീതു ഒന്ന് നാണിച്ചു പോയി. പെട്ടെന്ന് രേഖ വന്നിട്ട് ചാഹ രണ്ടുപേരും കൂടെ കഥയൊക്കെ തുറന്നിട്ടിട്ട് പ്രണയ സലാപത്തിൽ മുഴുകിയിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ ഗീതു പറഞ്ഞു, അല്ല രേഖ വെച്ചേടും ഇതേ രഞ്ജിനോട് ഇപ്പൊ ആരെ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ. പിന്നെ കഥയൊക്കെ തുറന്നിട്ടിട്ട് നിങ്ങളിങ്ങനെ പ്രണയ ലീല മുഴുകുന്നു ഞങ്ങൾ ആരും അറിഞ്ഞു എന്ന് ചോദിക്കണം. അതെ ഇപ്പൊ ഞങ്ങൾ വന്ന് അതിനൊന്നും അല്ല. മുമ്പ് ഗീത ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, ആ കാര്യത്തിന് വേണ്ടാന്ന് പറയണം. ആഹാ അപ്പൊ ആ കാര്യം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു നിൽക്കും. ഞങ്ങൾ കുറെ സമയം ആലോചിച്ചു. അതെ ഞാൻ രഞ്ജുവിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. രഞ്ജുവിനും കുഴപ്പമൊന്നുമില്ല, എന്നാലും രഞ്ജുവിന് എന്തോ വലിയൊരു വിഷമാന്ന് പറയണേ. ഇത് കേട്ടൻ ഗോവിന്ദ് ചോദിച്ചു, നിങ്ങൾ ആരുടെ കാര്യം പറഞ്ഞേ, ആരെക്കുറിച്ചാ പറയണേ, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം. പെട്ടെന്ന് രേഖ പറഞ്ഞു, അതെ ഗീത പുതിയൊരു കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഡോക്ടർ വന്നപ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയയ്ക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള എന്തേലും ഒരു ഷോക്ക് ഉണ്ടായാൽ മാത്രമേ അവൾ ജീവിതത്തിലേക്ക് പെട്ടെന്ന് മടങ്ങി വരുവുള്ളെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഷോക്ക് കൊടുക്കണം. അത് മാത്രമല്ല അവളുടെ മനസ്സിനെ പതുക്കെ പതുക്കെ ഇങ്ങനെ തിരികെ കൊണ്ടുവരണമെങ്കിൽ അവളുടെ മനസ്സിനെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇന്ന് കാഞ്ചനക്കായ്ക്ക് ആ കുഞ്ഞ് കാഞ്ചന കയ്യിലേക്ക് അപ്പിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവള് പൊട്ടിച്ചിരിച്ചു. അതുപോലെ അവളുടെ മനസ്സിനെ ഇളക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലും അവൾ അതിനോട് റിയാക്ട് ചെയ്യുള്ളൂ എന്ന് പറയണം. ഇതാണ് ഗീതുവിന്റെ പ്ലാന്. അപ്പൊ രഞ്ജുവിനെ വെച്ച് അങ്ങോട്ടൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയാം. എന്ത് പ്ലാന്? അല്ല രഞ്ജു കൂടുതൽ ഗീതുവിനോട് അടുപ്പം കാണിക്കണം, അതും പ്രിയയുടെ മുന്നിൽ വെച്ച്. അങ്ങനെ അടുപ്പം കാണിക്കുവാണെങ്കിൽ ഒരു പക്ഷേങ്കില് പ്രിയയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. കാരണം അല്ലേ തന്നെ രഞ്ജുവിനെ പണ്ട് മുതലേ ഇഷ്ടമില്ല. അതുകൊണ്ട് ഗീതയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന കാണുമ്പത്തേനും ഇനിയിപ്പോ തന്നെക്കാളും സ്നേഹക്കൂടുതൽ അങ്ങനെ ഗീതുവിനോടാണോന്ന്, അല്ല ഗീതുവിന് രഞ്ജുവിനോടാന്ന് ഓർത്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ കയ്യോ കാലോ അനക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. അതാണ് ഞങ്ങളുടെ ഐഡിയ എന്ന് പറയാണ്. ഇതോടൊപ്പം രഞ്ജു പറഞ്ഞു, എനിക്ക് സങ്കടം വരുന്നുണ്ട്, പാവം അനങ്ങാൻ വയ്യാതെ കിടക്കുമല്ലേ, അതിനെ വെച്ചൊരു പരീക്ഷണത്തിന് മുദ്ര എന്ന് പറഞ്ഞ. രേഖ പറഞ്ഞു, നല്ലൊരു കാര്യത്തിന് വേണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായാലോ. അതൊക്കെ തന്നെയാ ഞാൻ നോക്കിയിട്ട് നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വഴിയെന്ന് പറയാണ്. പിന്നെ അവരങ്ങനെ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇനി പ്രിയയുടെ അടുത്ത് കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്യണം രഞ്ജു. പ്രിയയുടെ കാര്യങ്ങൾ നോക്കാനും ചെല്ലണം. അപ്പൊ രഞ്ജുവിന്റെ പ്രതികരണം അല്ല പ്രിയയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് അറിയാലോ എന്ന് പറയുന്നുണ്ട്. ഈ സമയം കിഷോർ ആകപ്പാടെ തകർന്ന് തരിപ്പണമായിട്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഇടിയും കൊണ്ട് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിഷോറിന്റെ അമ്മ ഒന്ന് വെച്ചാൽ, എന്താടാ മോനെ നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, ഇതെന്ത് കോലമാടാന്ന് ചോദിക്കണം. അപ്പത്തേനും ശ്രീജാൻ കൂടെ ഇറങ്ങി വന്നു. എന്താടാ മോനെ എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. പെട്ടെന്ന് തന്നെ പറഞ്ഞു, എല്ലാം പോയമ്മേന്ന് പറയണ. എന്ത് പോയെന്നാ, നീ എന്ത് പോയെന്നാ പറയണേന്ന് പറയണം. അവർണിക ഉണ്ടല്ലോ അവള് ചതിച്ചെന്ന് പറയണം. ചതിച്ചോ? അപ്പത്തേനും അവർണിക അങ്ങോട്ട് ഇറങ്ങി വന്നു. കാരണം അവർണിക നേരത്തെ തന്നെ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അങ്ങനെ അവർണിക അങ്ങോട്ട് വന്ന് അവിടെ സെറ്റിയിലേക്ക് അങ്ങോട്ട് ഇരിക്കണം. ഇവളെല്ലാത്തിനും കാരണക്കാരി ഇവളും ആ ഗീതവും ഗോന്തും എല്ലാം ചേർന്ന് നമ്മളെ ചതിച്ചമ്മേന്ന് പറയണം. അല്ല നീ എന്തൊക്കെയാ പറയണേ, നമുക്ക് കമ്പനി എഴുതി തന്നല്ലേ, നിന്റെ ഇവളുടെയും പേർക്കല്ല കമ്പനി എഴുതുന്നേ. അമ്മ അത് കമ്പനിയൊന്നും അല്ലത്, AGM IT സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയൊക്കെയാ. ഒരു ചെറിയൊരു ഫോട്ടോസ്റ്റാറ്റ് കട, ഒരു മുറുക്കാൻ കടയുടെ അത്ര വലിപ്പമുള്ളൊരു കടയാണ്. അതാണ് 20 കോടി രൂപയ്ക്ക് വാങ്ങിച്ച. ഇവള് മനഃപൂർവ്വം തന്ത്രപൂർവ്വം നമ്മുടെ കയ്യിൽ നിന്ന് അത് കൈവശത്താക്കി. അത് മാത്രമല്ല ഈ വീടും എഴുതി വാങ്ങിച്ചെന്ന് പറയാം. അത് കേട്ടോ ശ്രീജ പറഞ്ഞു, ശരിയാണോ ഏട്ടാന്ന് ചോദിക്കാം. ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ, സത്യമാണെന്ന് പറയണേ. ഇത് കേട്ടതും കിഷോറിന്റെ അമ്മയ്ക്കങ്ങ് ദേഷ്യം വന്നു. എടി പാവി, നീ എന്ത് പരിപാടിയായി കാണിച്ചേ എന്റെ മോനെ, എന്നാലും നീ ഇങ്ങനെ പെരുവഴി ആക്കിയല്ലോ, എന്നാലും ഇത്രയും വലിയ ചതി ചെയ്യണ്ടായിരുന്നു പറയാ. ഇത് കേട്ടത് അവർണയെ പറഞ്ഞു, ഞാൻ ഇവിടെ എന്ത് ചതിയെ ചെയ്ത് നിങ്ങളോട് എന്തേലും ചതി ചെയ്തോ? അതെ ഇവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിട്ട് എന്റെ ഡാഡി ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് പൂട്ടിക്കെട്ടിയത്. അറിയാവോ എത്ര കോടി രൂപ ഇവനെയും ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിട്ട് കൊടുത്തതറിയാവോ? എന്നിട്ട് അതിന് 4 നന്ദി പോലും ഇവനില്ല. ഇനിയെങ്കിലും ഇവൻ നന്നാവുമെന്ന് കരുതിയിട്ടാണ് ബാക്കിയുള്ള സ്വത്തുകൾ കൂടി ഡാഡി എന്റെ ഇവന്റെയും പേരിലേക്ക് എഴുതി വെച്ചേ. പക്ഷെ ഇവൻ ചെയ്തത് എന്താ? ഇവൻ ചേർത്രാൻ വലിയ ചതി ആരെങ്കിലും എന്നോട് ചെയ്തിട്ടുണ്ടോ? എന്നിട്ടോ ഇതെങ്ങനെയാ ഇവനോടുള്ള എന്റെ ചതിയാവും? കാരണം അത് എന്റെ ഡാഡി അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ലേ, അതിനകത്ത് 1 രൂപയെങ്കിലും ഇവന്റേതായ ഉണ്ടെങ്കിൽ ഇവൻ പറയട്ടെ എന്ന് പറയാം. ഇത് കേട്ടതും ശ്രീജയുടെ
കിഷോറിന്റെ അമ്മയുടെ വായിക്കകത്ത് നാക്കൊണ്ടോ നിർത്തില്ല. മിണ്ടായിരിക്കണം. പറഞ്ഞ് നിങ്ങൾ പറ, ഞാൻ നിന്നത്തെ ചതി എന്താ ചെയ്തേ? എന്റെ ഡാഡിയുടെ സ്വത്ത് എന്റെ പേർക്ക് ആക്കാണ്ട് പലവട്ടം ഞാനോട് ചോദിച്ചു. പക്ഷെ ഇവൻ തന്നില്ല. പകരം ഇവന് തന്ത്രപരമായിട്ട് കളിച്ചു. അതെ, അതിനകത്തുനിന്നൊരു ചില്ലി കാശ് പോലും ഞാൻ നിനക്ക് തരത്തില്ല. അതെനിക്കും എന്റെ കുഞ്ഞിനെ അവകാശപ്പെട്ട അറിയാലോ. എന്നിട്ട് ആ സ്വത്ത് തട്ടിയെടുക്കാനായിട്ട് ഇവനെ പോലെ നീചനെ കണ്ടിട്ടില്ല. അതിന് നിങ്ങളും കൂട്ടുവന്നു. നിങ്ങള് സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. ഗീതുവിനെ ചതിച്ചല്ലേ നിങ്ങള്. നിങ്ങൾക്ക് ഒരിക്കലും എന്താണെങ്കിലും ഗതി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്താ, ഗീതുവിന് ഇപ്പൊ നല്ലൊരു ജീവിതം കിട്ടി. ഇവനെ പോലെ ഒരു ചതിയന്റെ കൂടെ ജീവിക്കേണ്ടി വന്നില്ല. പക്ഷെ എനിക്ക് കിട്ടിയതോ ഒരു പക്ഷെ ഇവന്റെ ചതിയെക്കുറിച്ചൊക്കെ മുമ്പ് ഞാൻ അറിയായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ കൊണ്ട് ഇവന്റെ മുമ്പിൽ തല ഒന്നിച്ചു കൊടുക്കത്തില്ലായിരുന്നു. എനിക്കങ്ങനെ അബദ്ധം പറ്റിപ്പോയി. പക്ഷേങ്കിൽ ഇനി ഒരിക്കലും ഞാൻ ഇവനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇന്നത്തോടെ ഇവന്റെ കഥ തീർക്കണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അജാസ് കയറി ഇടപെട്ടുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ നിങ്ങളുടെ മകനുണ്ടല്ലോ ഇപ്പൊ ഈ ഭൂമിയിൽ പോലും കാണത്തില്ലായിരുന്നു പറയാ. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ അവർണയെ എടുത്തിയെന്നു ചോദിച്ചു. എടി മഹാഭാവി, നീ എന്ത് കാണിച്ചെന്ന് ചോദിക്കാണ്. ഇന്ന് ഞാനിവനെ കൊന്നേനം. കൃത്യസമയത്ത് അജാസ് കൈ തട്ടിയതുകൊണ്ടാ. അല്ലേ ഇവന്റെ കഥ ഇന്ന് തീർന്നേനെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കിഷോറിന് ശരിയാമേ, ഇനി ഇവളുടെ അടുത്ത് നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയണം. ഇവള് കൊല്ലാനും മടിക്കില്ല എന്ന് പറയാണ്. പക്ഷെ അങ്ങനെ വിട്ടുതരാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. പെട്ടെന്ന് ശ്രീജ അങ്ങോട്ട് വന്നു. ശ്രീജ പറഞ്ഞു, അതേട്ടാ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട. ചെറുതാണെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു വീടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് അവിടെ പോയി സന്തോഷമായിട്ട് ജീവിക്കാം. ഇവളുടെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇവള് നമ്മളെ ഇനി കൊല്ലാനും മടിക്കില്ല. പോരാത്തേന് ഇവൾക്ക് കൂട്ടായിട്ട് ആ ഗീതവും ഗോവിന്ദും അതോടൊപ്പം തന്നെ മറ്റവനുണ്ടല്ലോ അജാസ്, അവരൊക്കെ മതിയായിരിക്കും. നമ്മൾ ഇനി വേണ്ട, നമുക്ക് എടുക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തോണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാന്ന് പറയാണ്. അങ്ങനെ കിഷോറും ശ്രീജ അവരെല്ലാവരും അകത്ത് ചെയ്യുന്നിട്ട് അവർക്ക് എടുക്കാനുള്ള സാധനങ്ങളും പെട്ടിയും പ്രമാണം എല്ലാം കെട്ടിപ്പറിക്കി അങ്ങോട്ട് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് നീ ഒരിക്കലും ഗതി പിടിക്കലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർണെ ഇങ്ങനെ ശപിക്കുന്നുണ്ട് കിഷോറിന്റെ അമ്മ. ഇത് കേട്ടാ അവർണയെ പറഞ്ഞു, അതെ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം. നിങ്ങളുടെ മകന്റെ കുഞ്ഞിനെ ഞാൻ വയറ്റില് പേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് മാത്രമല്ല ഇത്തരം കാലം നിങ്ങൾക്ക് തിന്നാനുള്ളതെല്ലാം തന്നില്ലേ. അപ്പൊ അതിന്റെ നന്ദി നിങ്ങൾ എന്താണെങ്കിലും കാണിച്ചിട്ട് പോകണ്ടേന്ന് ചോദിക്കാം. ഇതിനേക്കാളും ഭേദം ഞാനൊരു നായ്ക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ അതിനെ വാലെങ്കിലും ആട്ടി കാണിച്ചേണെന്ന് പറയാം. ഇത് കേട്ടപ്പോ ശ്രീജ പറഞ്ഞു, നീ കൂടുതൽ ആളാവൊന്നും വേണ്ട. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാന്ന് പറയണം. ഞങ്ങൾ നിയമപരമായിട്ട് നീങ്ങുമെന്ന് പറയാം. നിയമപരമായിട്ട് നീക്കോ? എത്രയും പെട്ടെന്ന് തന്നെ നീക്കോ? അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം ഇവനാണ് അത്തെ സൈൻ ചെയ്തിരിക്കുന്നത്. AGM IT സൊല്യൂഷന് 20 കോടി രൂപയ്ക്ക് ആ കട വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയാം. കിഷോറിന് അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. കിഷോർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, കണ്ടോടി നീ അങ്ങ് സൂചിച്ച് ജീവിക്കാന്ന് കരുതണ്ട. ഞാൻ വരും. നിനക്കിട്ട് മാത്രമല്ല, ആദ്യം ഞാൻ കൊടുക്കാൻ പോകുന്ന ഗീതം ഉണ്ടല്ലോ അവൾക്കിട്ടായിരിക്കും തിരിച്ചടി കൊടുക്കാൻ പോകുന്നത്. അവക്കിട്ടും പിന്നെ അയാൾക്കിട്ടും കൊടുക്കും. പിന്നീട് നിന്റെ അടുത്തേക്ക് ഞാനൊരു വരവുണ്ട്. ആ വരവിന് വേണ്ടി നീ കാത്തിരുന്നാളെന്ന് പറഞ്ഞ് കൈ ചൂണ്ട് സംസാരിക്കണം. അവനെ പറഞ്ഞു, ഇനി ഒരു നിമിഷം പോലും എന്റെ കൺമുന്നിൽ കണ്ടേക്കല്. കൺമുന്നിൽ കണ്ടുപോയിട്ട് നിന്നെ ഞാൻ കൊല്ലും. അറിയാലോ, ഒരു പ്രാവശ്യം നിന്നെ വെറുതെ വിട്ടെന്ന് ഓർത്തുണ്ട് എപ്പോഴും എന്റെ അടുത്ത് ആ ഫേവർ നീ അനുഭവിക്കുന്ന വിചാരിക്കേണ്ടെന്ന് പറയണം. ഇത് കേട്ട് ശ്രീജ പറഞ്ഞു, വാ ഏട്ടാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. കാറുമില്ല ഒന്നുമില്ല, നടന്നു പോകേണ്ട ഗതികേടാ. ആ പഴയ ആ ഒരു വീട്ടിലേക്ക് തന്നെ തിരികെ പോകേണ്ട ഒരു ഗതികേട് അവർക്ക് ഉണ്ടാവുകയാണ്. പിന്നീട് അവർണയ്ക്ക് നല്ല സങ്കടമായി. കാരണം ഒറ്റപ്പെട്ട പോലെ തോന്നൽ അവർണയുടെ ജീവിതത്തിലേക്ക് വരുവാണ്. ഒരു പക്ഷെ അന്ന് ഡാഡി പറഞ്ഞ് അനുസരിക്കുമായിരുന്നെങ്കിൽ തനിക്ക് ഇന്നേയും ഗതി ഉണ്ടാവത്തില്ലായിരുന്നു. അന്ന് ആകുന്നേ ഡാഡി പറഞ്ഞ കിഷോറുമായിട്ടുള്ള ഈ ബന്ധം വേണ്ടെന്ന്. തന്റെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങിയ ഈ ബന്ധമായിട്ട് താൻ മുന്നോട്ട് പോയത്. അതൊക്കെ ഓർത്ത് വല്ലാത്തൊരു സങ്കടമായി. അവർണയ്ക്ക് തനിച്ചിരുന്ന് കരയാനാ തോന്നുന്നത്. വയറ്റിലൊരു കുഞ്ഞുണ്ടായിപ്പോയി. അല്ലെങ്കിൽ എന്തും ചെയ്യായിരുന്നു. ആരെ വിളിക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയില് അവർണയെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് രഞ്ജുവിന്റെ അടുത്ത് രേഖ കൊണ്ടേ കഞ്ഞി കൊടുത്തിട്ടുണ്ട്. അതെ നീ ഒരു കാര്യം ചെയ്യുക, ഇന്ന് പ്രിയക്ക് നീ കൊണ്ടേ കഞ്ഞി കൊടുക്കാൻ പറയാം. അയ്യോ ഞാനോ? എന്താ വേണ്ട, ഞാൻ കൊടുത്ത ചിലപ്പോ പ്രിയ കുടിച്ചെന്ന് വരത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേഖ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നീ കൊണ്ടേന്ന് കൊടുത്തു നോക്ക, അവളുടെ പ്രതികരണം എന്താന്ന് നമുക്ക് അറിയാലോ എന്ന് പറയാണ്. അങ്ങനെ കഞ്ഞി അങ്ങോട്ട് കൈ കൊടുത്തു വിട്ടിട്ട് ജലന്റെ സൈഡിൽ വന്നിട്ട് ഗീതവും ഗോവിന്ദും രേഖയും കൂടെ നിൽക്കുവാണ്. എന്താ അകത്തെ പ്രതികരണം, പ്രിയയുടെ ഭാവം എന്താണെന്ന് അറിയണല്ലോ. അങ്ങനെ രഞ്ജു കഞ്ഞിയായിട്ട് ചെന്നു. കഞ്ഞിയായിട്ട് മുറിയിലേക്ക് എന്നിട്ട് പ്രിയയോട് പറഞ്ഞു, അത് പ്രിയ ഇത് കഞ്ഞി കുടിക്കാൻ പറയാ, ഞാൻ കഞ്ഞി തരാന്ന് പറയണം. പ്രിയ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് രഞ്ജുവിനെ. എന്നിട്ട് ഇതേ ഞാൻ തന്നിട്ടുണ്ടെന്ന് നിനക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടേ പറയണം കേട്ടോ. അതെ അവിടെ രേഖേച്ചി എന്തോ ജോലിയിലാണ്, അതുപോലെ തന്നെ ഗീതു അതുപോലെ തന്നെയാ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കഞ്ഞിയായിട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ആ കഞ്ഞിയുമായിട്ട് അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലുക. ഈ സമയത്ത് എന്താ പ്രിയ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉത്കണ്ഠാപുറം ബാക്കി എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം. ഇനിയിപ്പോൾ അത് തട്ടി എറിഞ്ഞോ അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും സംഭവിച്ചെന്നുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ.